ഷെർലക് ഹോംസ് കഥകൾ. അപ്രത്യക്ഷയായ ഭാര്യ, ദ അഡ്വഞ്ചർ ഓഫ് ദി റിട്ടയർഡ് കളർമാൻ എന്ന കഥയുടെ നാടകരൂപം. അഭിനയിക്കുന്നവർ ഷെർലക് ഹോംസ് അരുൺ നായർ, ഡോക്ടർ വാട്സൺ മുണ്ടക്കൽ കിരൺ മോഹൻ, ജോസിയ ആംബർലി, തമലം ശ്രീകുമാർ, ഡിറ്റക്റ്റീവ് ബാർക്കർ, അഭിരാജ് ശ്രീദേവി. നാടകരൂപം സംവിധാനം എൻ വാസുദേവ്. വാട്സൺ, താങ്കൾ അയാളെ ശ്രദ്ധിച്ചോ? ഹോംസ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇവിടെ നിന്നും പോയ ആ വയസ്സനെയാണോ? അതെ. ഞാൻ വരുമ്പോൾ അയാളെ വാതിൽ വെച്ച് കണ്ടിരുന്നു. എന്താണ് അയാളെ കണ്ടിട്ട് തോന്നുന്നത്? അതിപ്പോ തീരെ അവശനായ, കഷ്ടം തോന്നുന്നൊരു പാവത്താനെ പോലെ. കൃത്യം വാട്സൺ, കഷ്ടം തോന്നുന്ന ഒരു നിസ്സാരൻ. അയാളുടെ കഥ തന്നെ ആകെ നോക്കിയാൽ അതുപോലെയല്ലേ? നാം പണിപ്പെട്ട് കൈനീട്ടി എന്തിലോ എത്തിപ്പിടിക്കുന്നു. അവസാനം നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നത് എന്താണ്? ഒരു നിഴൽ. അതിനേക്കാളും മോശമായ ദുരിതം മാത്രം, പ്രാരാബ്ധങ്ങൾ മാത്രം. ഓ, അയാൾ താങ്കളുടെ കക്ഷിയാണോ? അതെ എന്നാണ് ഞാനും കരുതുന്നത്. അയാളെ സ്കോട്ട്ലൻഡ് യാർഡിൽ നിന്നും പറഞ്ഞയച്ചതാണ്. ഡോക്ടർമാർ അവരെ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാതെ വരുന്ന രോഗികളെ ചിലപ്പോൾ പൊട്ട വൈദ്യന്മാരുടെ അടുത്തേക്ക് അയക്കുന്നത് പോലെ. കഴിയുന്നതും എല്ലാം ചെയ്തു കഴിഞ്ഞുവെന്നും എന്തു തന്നെ വന്നാലും ഇതിൽ കൂടുതലൊന്നും അയാൾക്ക് സംഭവിക്കാനില്ലെന്നുമാണ് അവർ അഭിപ്രായപ്പെട്ടതത്രേ. അല്ല, കാര്യം എന്താണ്? ജോസിയ ആംബർലി, അതാണ് അയാളുടെ പേര്. പെയിന്റുകളും മറ്റും നിർമ്മിക്കുന്ന ബ്രിക്ക് ഹോൾ ആൻഡ് ആംബർലി കമ്പനിയുടെ പാർട്ണറായിരുന്നു കക്ഷി. ഈ കമ്പനിയുടെ പേര് താങ്കൾ പെയിന്റ് പാക്കറ്റുകളിൽ മറ്റും കണ്ടിരിക്കും. 61 വയസ്സായപ്പോൾ കച്ചവടമൊക്കെ നിർത്തി അത്യാവശ്യം പണമുണ്ടാക്കി ലണ്ടനിൽ തന്നെ ഹാവിഷാമിൽ ഒരു വീട് വാങ്ങി വിശ്രമ ജീവിതം തുടങ്ങി. എന്നിട്ട് 1896 ബിസിനസ്സിൽ നിന്ന് വിരമിച്ച് അടുത്ത കൊല്ലം തന്നേക്കാൾ 20 വയസ്സ് പ്രായക്കുറവുള്ള, ഈ ഫോട്ടോ കള്ളം പറയില്ലെങ്കിൽ നല്ല സുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അങ്ങനെ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥ. പക്ഷേ 2 കൊല്ലത്തിനകം അയാൾ ഇപ്പോൾ താങ്കൾ കണ്ടതുപോലെ ദയനീയമായി തകർന്ന് പതുങ്ങി നടന്നു പോകുന്ന ഒരു നിസ്സാര ജീവിയെ പോലെയായി. അല്ല, കാര്യം എന്താണ്? കേട്ടു പഴകിയ പഴയ കഥ. ചതിയനായ കൂട്ടുകാരനും ചപലയായ ഭാര്യയും. ആംബർലിക്ക് ജീവിതത്തിൽ ഒരു വിനോദമേ ഉണ്ടായിരുന്നുള്ളൂ, ചെസ് കളി. ലെവിഷാമിൽ അവരുടെ വീടിനടുത്ത് ചെസ് കളി കമ്പക്കാരനായ മറ്റൊരാളുണ്ടായിരുന്നു, ഒരു ഡോക്ടർ ഏർണസ്റ്റ്. ആംബർലിയുടെ വീട്ടിൽ പതിവായി ചെസ് കളിക്കാൻ എത്തിയിരുന്ന ഏർണസ്റ്റ് അയാളുടെ ഭാര്യയുമായി അടുത്ത ബന്ധത്തിലായി. മാന്യനായ നമ്മുടെ കക്ഷി സംശയിച്ചതേയില്ല. ഇനി താങ്കൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു കേസ് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ. എനിക്ക് അവിടം സന്ദർശിക്കാൻ സമയവുമില്ല. അതുകൊണ്ട് താങ്കൾ എനിക്ക് പകരക്കാരനായി അവിടം വരെ ഒന്ന് പോകണം. ആ വയസ്സൻ ഞാൻ അവിടെ ചെന്ന് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. എന്റെ ബുദ്ധിമുട്ട് വിശദീകരിച്ചപ്പോൾ ഒരു പ്രതിനിധി ആയാലും മതി എന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ പോകാം. എന്നാൽ എനിക്കത്ര നല്ലവണ്ണം സഹായിക്കാൻ പറ്റുമെന്ന വിശ്വാസമില്ല. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം എന്നേ പറയുന്നുള്ളൂ. ശരി, വളരെ നന്ദി ഡോക്ടർ വാട്സൺ. വാട്സൺ, താങ്കൾ തിരിച്ചെത്തിയോ? എന്തായി പോയ കാര്യം? പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള കല്ലുപാകിയൊരു തെരുവ്. അതിനടുത്ത് വളരെ പഴക്കമുള്ള വലിയൊരു വീടാണ് ആംബർലിയുടേത്. ഉയർന്ന പായൽ പിടിച്ച ചുവരുകൾക്കുള്ളിലാണ് ദ ഹേവൻ എന്ന ആ വീട്. ഹേവൻ ഹേവൻ എന്നാൽ താവളം, അഭയസ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ശരിക്കും അന്വർത്ഥമായ പേര്. തെരുവിൽ പുകവലിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരാളോട് ചോദിച്ചാണ് ഞാൻ ആ വീട് മനസ്സിലാക്കിയത്. അല്ല, ഞാൻ ഇയാളെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിന് ഒരു കാരണമുണ്ട്. നല്ല പൊക്കമുള്ള, ഇരുണ്ട നിറമുള്ള, കട്ടി മീശ വെച്ച അയാൾ ഒരു പട്ടാളക്കാരനെ പോലെയായിരുന്നു കാഴ്ചയിൽ. എൻ്റെ ചോദ്യത്തിന് സംശയത്തോടെയാണ് അയാൾ മറുപടി നൽകിയത്.
ഞാൻ പിന്നീട് അത് ഓർക്കുകയും ചെയ്തു. ശരി, എന്നിട്ട്? ഞാൻ ഗേറ്റ് കടന്നപ്പോൾ തന്നെ ആംബർലി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആദ്യം കണ്ടപ്പോൾ വളരെ വിചിത്രമായൊരു മനുഷ്യജീവിയെ പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പൂർണ്ണ വെളിച്ചത്തിൽ വീടിന് മുന്നിൽ വെച്ച് കണ്ടപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് അയാൾ കാണപ്പെട്ടത്. അതെ, ഞാനത് നിരീക്ഷിച്ചിരുന്നു. എങ്കിലും താങ്കളുടെ നിഗമനങ്ങൾ കേൾക്കട്ടെ വാട്സൺ. അമിതമായ ഉത്കണ്ഠ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ നടുവ് വളഞ്ഞുപോയ ഒരു മനുഷ്യനാണ് അയാൾ. വലിയ ഭാരം ചുമക്കുന്നത് പോലെയാണ് അയാളുടെ പുറം കൂനിയിരിക്കുന്നത്. ആദ്യം കരുതിയതുപോലെ അയാൾ അത്ര അശുവൊന്നുമല്ല കേട്ടോ. കാരണം ഒരു ഭീമനെ പോലെ ചുമലുകളും നെഞ്ചും ഒക്കെ വലുതും ബലിഷ്ഠവുമാണ്. ശരീരം താഴോട്ട് വരുംതോറും ചെറുതായി വളരെ മെലിഞ്ഞ കാലുകളിൽ അവസാനിക്കുന്നു. ഇടത്തെ ഷൂ ചുരുങ്ങിയതും വലത്തെ കാലിലെ നേരെയുള്ളതും അല്ലേ? താങ്കൾ അത് കണ്ടില്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ കൃത്യമായി ശ്രദ്ധിച്ചു. ശരി, ബാക്കി പറയൂ വാട്സൺ. വൈക്കോൽ തൊപ്പിക്ക് താഴെ ചുരുണ്ട വൃത്തിയില്ലാത്ത മുടി ഞാൻ കണ്ടു. തീക്ഷ്ണമായ ആകാംക്ഷാഭാവം കൊണ്ട് അയാളുടെ മുഖത്ത് ചുളിവുകളുണ്ടായിരുന്നു. സബാഷ്. പിന്നെ പറയൂ വാട്സൺ. എന്നെ കണ്ടതും അയാൾ തൻ്റെ കഷ്ടപ്പാടിൻ്റെ കെട്ടഴിക്കാൻ തുടങ്ങി. ആ തോട്ടത്തിലെ വഴികളിലൂടെയൊക്കെ ഞങ്ങൾ നടന്നു. ആരും ശ്രദ്ധിക്കാതെ ചെടികൾ വളർന്നു കയറി കാടുപോലെ പടർന്ന്. ഓഹ്, ഇത്രയും വൃത്തിയില്ലാത്ത സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അയാൾ എന്നെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി. സഹിക്കാനാവാത്ത വിധം വൃത്തികേടായിരുന്നു അവിടവും. ഹോളിൻ്റെ മധ്യത്തിൽ ഒരു വലിയ പച്ച പെയിന്റ് പാട്ട വെച്ചിരുന്നു. ആ, താങ്കൾ വീട് പെയിന്റ് അടിക്കുമായിരുന്നു അല്ലേ? അതെ അതെ ഡോക്ടർ വാട്സൺ. ഈ മനസ്സിലെ വിഷമം മറക്കാൻ നാം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണ്ടേ? ഈ ഹാളിലേക്കുള്ള വഴിയെല്ലാം ഞാൻ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞു. സത്യത്തിൽ മിസ്റ്റർ ഹോംസ് വരാത്തതിൽ എനിക്ക് വലിയ നിരാശയുണ്ട് കേട്ടോ. എങ്കിലും എന്നെപ്പോലെ പാവപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ഒരാളെ സഹായിക്കാൻ അദ്ദേഹം തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഏയ്, പ്രതിഫലമൊന്നും ഹോംസിനൊരു പ്രശ്നമേ അല്ല. കുറ്റാന്വേഷണം ഒരു കലയെന്ന പോലെയാണ് അദ്ദേഹം കരുതുന്നത്. ഈ കുറ്റകൃത്യത്തിൻ്റെ കലാപരമായ ഒരു പുതിയ വശം അത് അദ്ദേഹത്തിന് ഇവിടം സന്ദർശിച്ചിരുന്നുവെങ്കിൽ ലഭിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യ സ്വഭാവം, ക്രൂരമായ നന്ദികേട്, അവളുടെ ഏതൊരാവശ്യമാണ് ഞാൻ ചെയ്തു കൊടുക്കാതിരുന്നത്? ഇത്രയും ലാളനയും സ്നേഹവും ലഭിച്ച വേറെ സ്ത്രീ ഉണ്ടോ? ആ ചെറുപ്പക്കാരന് അവൻ എൻ്റെ മകൻ്റെ പ്രായമേ കാണൂ. അവൻ ഈ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. എന്നിട്ടും കണ്ടില്ലേ എന്നെ ചതിച്ചത്? ഈ ലോകം വളരെ ക്രൂരമാണ്. ഇവിടെ വേറെ ആരെങ്കിലും വരാറുണ്ടായിരുന്നോ? ആ, സഹായിക്കാൻ ഒരു സ്ത്രീ വരും. അവൾ പകൽ വന്ന് വൈകുന്നേരം 6 മണിക്ക് തന്നെ പോകും. സംഭവ ദിവസം എന്താണ് നടന്നത്? ഒന്ന് വിശദമായി പറയൂ. പറയാം. എൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ആ ദിവസം വൈകുന്നേരത്തെ പ്രദർശനത്തിന് ഞാൻ ഹേ മാർക്കറ്റ് തിയേറ്ററിൽ 2 ഉയർന്ന ക്ലാസ് ടിക്കറ്റ് എടുത്തിരുന്നു. പക്ഷെ തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ വന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി. ഇതാ അവളുടെ ഉപയോഗിക്കാത്ത ടിക്കറ്റ് ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്, നോക്കിക്കോളൂ. ആ വരൂ, ഇതാണ് എൻ്റെ സ്ട്രോങ് റൂം. ഒരു ബാങ്ക് ലോക്കർ പോലെ സുരക്ഷിതമാണ് ഇവിടം. കട്ടിയുള്ള ഇരുമ്പ് വാതിൽ, കള്ളന്മാർക്ക് പെട്ടെന്ന് തകർക്കാനും ആവില്ല. പക്ഷെ അവർ രണ്ടുപേരും ചേർന്ന് താക്കോലിൻ്റെ പകർപ്പുണ്ടാക്കി ഏകദേശം 7000 പൗണ്ട് വരുന്ന വസ്തുക്കളും രേഖകളും ആധാരങ്ങളുമാണ് കൊള്ളയടിച്ചത്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഏകദേശം അർദ്ധരാത്രിയോട് അടുപ്പിച്ച് മടങ്ങിയെത്തിയപ്പോഴാണ് കവർച്ചയെക്കുറിച്ച് അറിയുന്നത്. ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നു കിടന്നിരുന്നു. അല്ല, അവർക്ക് ആ സ്ഥലത്തിൻ്റെ രേഖകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ?
ഞാൻ അവയുടെ പൂർണ്ണമായ വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എളുപ്പം വിൽക്കാനാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവർ എന്തെങ്കിലും സന്ദേശം എഴുതി വെച്ചിരുന്നോ? ഇല്ല, ഒന്നുമില്ല. പിന്നെ ഉടനെ തന്നെ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും അവരെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവുമില്ല. എനിക്ക് ആ മുഖം കാണണ്ട. വഞ്ചകി, ദുഷ്ടൻ. നന്നായി വാട്സൺ. ഭാര്യയുടെ ടിക്കറ്റ് വാങ്ങി പരിശോധിച്ച് നോക്കിയിരുന്നോ? ആ, നമ്പർ 31, ബി വരിയിലെ 31 നമ്പർ സീറ്റ്. ആ നമ്പർ ഞാൻ മറക്കില്ല. കാരണം സ്കൂളിലെ എൻ്റെ നമ്പറായിരുന്നു 31. അയാൾ വീട് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ താങ്കൾക്ക് അസാധാരണമായി ഒന്നും തോന്നിയില്ലേ? അതിൻ്റെ കാരണം അയാൾ തന്നെ പറഞ്ഞല്ലോ. പിന്നെ വിഷമം കൊണ്ടും നിരാശ കൊണ്ടും ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു അയാൾ. ശരി, പിന്നെ? ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം. ബ്ലാക്ക് ഹീത്ത് സ്റ്റേഷനിൽ ഞാൻ ട്രെയിനിൽ കയറുമ്പോൾ എൻ്റെ അടുത്തുള്ള കോച്ചിലേക്ക് ഒരാൾ ചാടിക്കയറുന്നത് ഞാൻ കണ്ടു. വളരെ പെട്ടെന്ന് ഒരാളുടെ മുഖം എനിക്ക് ഓർത്തു വയ്ക്കാൻ കഴിയുമെന്ന് താങ്കൾക്കറിയാമല്ലോ. അറിയാം വാട്സൺ. താങ്കൾ ആംബർലിയുടെ വീടിനെ കുറിച്ച് അന്വേഷിച്ച് കട്ടിമീശ വെച്ച ഇരുണ്ട നിറമുള്ള പൊക്കമുള്ള പട്ടാളക്കാരനെ പോലെയുള്ള ആൾ അല്ലേ? അതെ, അയാൾ തന്നെ. ലണ്ടൻ ബ്രിഡ്ജ് വരെ അയാളെ ഞാൻ കണ്ടിരുന്നു. പെട്ടെന്ന് തിരക്കിൽ അപ്രത്യക്ഷനായി. എനിക്ക് തീർച്ചയാണ് അയാൾ എന്നെ പിന്തുടരുകയായിരുന്നു എന്ന്. അയാൾ മങ്ങിയ നിറമുള്ള കണ്ണട ധരിച്ചിരുന്നില്ലേ? ഹോംസ്? വളരെ ലളിതമെന്നും എന്റെ ആവശ്യം വേണ്ടിവരില്ലെന്നും കരുതിയിരുന്ന ഈ കേസ് ക്രമേണ കൂടുതൽ ഗുരുതരമാവുകയാണ്. താങ്കളുടെ ദൗത്യത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും താങ്കൾ ശ്രദ്ധിച്ചില്ലെങ്കിലും അറിഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഞാൻ എന്താണ് ശ്രദ്ധിക്കാതെ പോയത്? പറയുമ്പോൾ വിഷമിക്കരുത് വാട്സൺ. ഞാൻ മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്ന സ്വഭാവക്കാരനാണെന്ന് താങ്കൾക്കറിയാമല്ലോ. വേറൊരാൾക്കും ഇതിൽ കൂടുതലൊന്നും ചെയ്യാനാകുമായിരുന്നില്ല. എങ്കിലും വളരെ നിർണായകമായ ചില കാര്യങ്ങൾ താങ്കൾക്ക് വിട്ടുപോയി. ആംബർലിയെക്കുറിച്ചും അയാളുടെ ഭാര്യയെക്കുറിച്ചും അവരുടെ അയൽക്കാരുടെ അഭിപ്രായം താങ്കൾ തിരക്കിയോ? അത് വളരെ പ്രധാനമല്ലേ? പിന്നെ ഡോക്ടറെക്കുറിച്ച്? അയാൾ എത്രക്കാരനായിരുന്നു? പോസ്റ്റ് ഓഫീസിൽ അല്ലെങ്കിൽ അടുത്ത പച്ചക്കറി കടയിൽ അന്വേഷിച്ചോ? അവിടെയുള്ള ആർക്കെങ്കിലുമൊക്കെ താങ്കൾക്ക് നിർണായകമായ ചില വിവരങ്ങൾ നൽകാൻ കഴിയുമായിരുന്നു. ഇതൊക്കെയാണ് താങ്കൾക്ക് വിട്ടുപോയത് എന്ന് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇനിയും ആകാമല്ലോ. പേടിക്കേണ്ട, അതൊക്കെ ചെയ്തു കഴിഞ്ഞു. ടെലിഫോണിലൂടെയും സ്കോട്ട്ലൻഡ് യാർഡിന്റെ സഹായത്തോടെയും എനിക്കറിയേണ്ട അടിസ്ഥാന വിവരങ്ങളൊക്കെ ഈ മുറിയിലിരുന്ന് പുറത്തു കിടക്കാതെ ഞാൻ ശേഖരിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അയാളുടെ കഥ ശരിവെക്കുന്നതാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ. വളരെ പിശുക്കനായ, കർക്കശക്കാരനായ, നിർദ്ദയനായ ഭർത്താവ് എന്നാണ് ചുറ്റുവട്ടത്ത് അയാളെക്കുറിച്ച് പറയുന്നത്. ഒരു വലിയ തുക അയാളുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നതും തീർച്ചയാണ്. ഡോക്ടർ ഏർണസ്റ്റ് അവിടെ വന്ന് ആംബർലിയുമായി ചെസ് കളിച്ചിരുന്നു. അയാളുടെ ഭാര്യ വരുതിയിലാക്കിയെന്നതും ശരിയായിരിക്കാം. അതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമാണ്. പക്ഷേ 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 എന്റെ വീക്ഷണത്തിൽ എന്താണ്? വേണ്ട, വിട്ടേക്ക് വാട്സൺ. ഈ മടുപ്പിക്കുന്ന ജോലി ഭാരത്തിൽ നിന്നൊഴിഞ്ഞ് സംഗീതത്തിന്റെ ലോകത്തിലേക്കൊന്ന് പോയാലോ? ഇന്ന് ആൽബർട്ട് ഹാളിൽ കരീനയുടെ സംഗീതമേളയുണ്ട്. നമുക്ക് ഭക്ഷണം കഴിച്ച് പോയി അത് ആസ്വദിക്കാനുള്ള സമയവുമുണ്ട്. വരൂ, ബാക്കി നാളെ. ആ വയസ്സനായിരിക്കും. ആഹാ, താങ്കൾ അയാളെ പ്രതീക്ഷിച്ചിരിക്കുകയാണോ? അതെ. മിസ്റ്റർ ഹോംസ്, എനിക്ക് ഒരു കമ്പി സന്ദേശം ലഭിച്ചിരിക്കുന്നു. ദാ, വായിച്ചു നോക്കൂ. കിട്ടിയ പാടെ ഞാൻ ഇതും കൊണ്ട് ഇങ്ങ് പോന്നു. നോക്കട്ടെ. ഉടൻ തന്നെ എത്തുക, വരാതിരിക്കരുത്. താങ്കൾക്ക് അടുത്തിടെയുണ്ടായ നഷ്ടത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാം.
JC എൽമാൻ, വികാരി, ലിറ്റിൽ പാർലിങ്ടൺ. ഓ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്നുച്ചയ്ക്ക് 2:10 ഈ കമ്പി സന്ദേശം ലിറ്റിൽ പാർലിങ്ടണിൽ നിന്നും അയച്ചിരിക്കുന്നത്. ഞാൻ മാപ്പ് നോക്കട്ടെ. ആ, അതെ, ഈ സ്ഥലം എസെക്സിലാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടണം. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളായ ആ സ്ഥലത്തെ വികാരിയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. നോക്കൂ വാട്സൺ, എപ്പോഴാണ് അങ്ങോട്ട് ട്രെയിൻ ഉള്ളതെന്ന്? ലിവർപൂൾ സ്ട്രീറ്റിൽ നിന്ന് 5:20 ട്രെയിനുണ്ട്. വളരെ നല്ലത്. വാട്സൺ, താങ്കൾ കൂടി ഇദ്ദേഹത്തിനൊപ്പം പോകണം. എന്തെങ്കിലും സഹായമോ ഉപദേശമോ വേണ്ടി വന്നാലോ? ഈ കേസിന്റെ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് തികഞ്ഞ അസംബന്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നടന്നതിനെക്കുറിച്ച് സന്ദേശം അയച്ച അയാൾക്ക് എങ്ങനെ അറിയാമെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. സമയവും പണവും കളയാ എന്ന് മാത്രം. എന്തെങ്കിലും അറിയാതെ അദ്ദേഹം ഇങ്ങനൊരു ടെലിഗ്രാം അയക്കുമോ? ഉടൻ എത്താമെന്ന് മറുപടി അയക്കൂ. ഓ, ഞാനെങ്ങും പോകുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ പോലീസിനും എനിക്കും വരെ അതൊരു മോശമായ ധാരണ നൽകും. നിങ്ങളുടെ വീട്ടിലുണ്ടായ കവർച്ചയെക്കുറിച്ച് ഒരു നല്ല സൂചന കിട്ടുമ്പോൾ അത് അവഗണിക്കുന്നത് ഒട്ടും ശരിയല്ല. ഈ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? അല്ല, അങ്ങനെ ഒരു ധാരണ വരുമെങ്കിൽ ഞാൻ പോകാം. ഏതായാലും ഇടവക വികാരിക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് കരുതുന്നത് ശുദ്ധ അസംബന്ധമാണ്. എങ്കിലും താങ്കൾ പറഞ്ഞതല്ലേ? താങ്കൾ പോയില്ലെങ്കിൽ ഞാൻ അങ്ങനെ കരുതൂ. വാട്സൺ, എനിക്ക് താങ്കളോടൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് അകത്തേക്ക് വരൂ. വാട്സൺ, ഇത് വളരെ പ്രധാനമാണ്. അയാൾ യഥാർത്ഥത്തിൽ അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഒരു കാരണവശാലും ഇടയ്ക്ക് വെച്ച് യാത്ര മതിയാക്കി മടങ്ങി വരാൻ അനുവദിക്കരുത്. അങ്ങനെ എങ്ങാനും അയാൾ ചെയ്താൽ അടുത്തുള്ള ടെലിഫോൺ ബൂത്തിൽ നിന്നും എന്നെ വിളിക്കണം. ഓടിപ്പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി. സന്ദേശം അയച്ചാലും മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ ചെയ്തോളാം. ലിറ്റിൽ പാർലിങ്ടൺ എത്തിച്ചേരാൻ അത്ര എളുപ്പമുള്ള സ്ഥലമല്ല. അതൊരു പ്രധാന ട്രെയിൻ റൂട്ടുമല്ല. 2-3 ട്രെയിനുകൾ മാറി കയറണം. നല്ല ചൂടുമുണ്ട്. പിന്നെ ഇയാളെ സഹിക്കുകയും വേണം. സാരമില്ല, കേസന്വേഷണത്തിന് ഇത് ആവശ്യമല്ലേ. പോയി വരാം ഹോംസ്. നന്ദി വാട്സൺ. ആരാണ്? മനസ്സിലായില്ല. താങ്കൾ ലിറ്റിൽ പാർലിങ്ടണിലെ വികാരിയല്ലേ? അതെ, ഞാൻ തന്നെയാണ് ഇവിടുത്തെ വികാരി. നിങ്ങൾ വളരെ ദൂരെ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. അതെ, ലണ്ടനിൽ നിന്ന്. ഞാൻ ഡോക്ടർ വാട്സൺ. ഇദ്ദേഹം മിസ്റ്റർ ജോസി ആംബർലി. താങ്കൾ അയച്ച കമ്പി സന്ദേശം കിട്ടി, അതാണ് പെട്ടെന്ന് വന്നത്. സന്ദേശമോ? ഞാൻ അങ്ങനെ നയിച്ചിട്ടില്ലല്ലോ. അല്ല, ഇദ്ദേഹത്തിൻ്റെ കളവ് പോയ സ്വത്തിനെക്കുറിച്ച് വിവരം നൽകാമെന്ന കമ്പി സന്ദേശം അയച്ചത് താങ്കളല്ലേ? ഇത് നല്ല നേരം പോക്കായല്ലോ. എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് തെറ്റിയതാകും. ഈ കമ്പി സന്ദേശം ഒന്ന് വായിച്ചു നോക്കൂ. എൽമാൻ ലിറ്റിൽ പാർലിങ്ടൺ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ല, ഈ പേരിൽ ഇനി വേറെ ഒരു ഇടവക ഇവിടെ എങ്ങാനുണ്ടോ? ഇവിടെ ഒരു ഇടവകയേ ഉള്ളൂ, ഒരു വികാരിയും. ഈ സന്ദേശം കള്ളമാണ്. ഇതാരാ അയച്ചതെന്ന് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടതാണ്. ഈ കാര്യത്തെക്കുറിച്ച് എനിക്കിത്രേ പറയാനുള്ളൂ. ഇനി നമ്മൾ കൂടുതൽ സംസാരിച്ച് സമയം കളയണമെന്നില്ല. ശരി, എന്നാൽ ഞങ്ങൾ താങ്കളെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. നന്ദി. ഇംഗ്ലണ്ടിലെ ഏറ്റവും പരിഷ്കാരമില്ലാത്ത പട്ടിക്കാടാണ് ഈ സ്ഥലമെന്ന് തോന്നുന്നു. ആരാണ് ഈ കമ്പി അയച്ചതെന്ന് അന്വേഷിക്കാനും കഴിയില്ലല്ലോ. ടെലിഗ്രാം ഓഫീസ് അടച്ചിരിക്കും. താങ്കളൊരു കാര്യം ചെയ്യൂ ആംബർലി, ഒന്ന് നിൽക്കൂ. ഞാൻ ഹോംസിന് വിവരം അറിയിച്ചിട്ട് വരാം. ഹലോ ഹോംസ്. പറയൂ വാട്സൺ.
അങ്ങനെ ഒരു ടെലഗ്രാം അയച്ചിട്ടില്ലെന്നാണ് ആ വികാരി എൽമാൻ പറയുന്നത്. വളരെ വിചിത്രം, അസാധാരണം. ഇന്ന് തിരിച്ചു വരാൻ ട്രെയിനൊന്നുമില്ല എന്ന് ഞാൻ കരുതുന്നു. സാരമില്ല വാട്സൺ, നാട്ടുംപുറത്തെ പഴയ സത്രത്തിൽ ഇന്ന് രാത്രി പിശുക്കനും അറുബോറിനുമായ മിസ്റ്റർ ജോസിയ ആംബർലിയുടെ സൗഹൃദം ആസ്വദിക്കൂ. വെറുതെ ഒരു ദിവസം കളഞ്ഞു. കുറേ പണവും. തിരിച്ചെത്താൻ 3 ട്രെയിനുകൾ മാറേണ്ടി വന്നു. ആ, ലണ്ടനിലെത്തിയാൽ ലേവിഷാമിലെ താങ്കളുടെ വീട്ടിൽ ചെല്ലാനാണ് ഹോംസ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. മിസ്റ്റർ ഹോംസ് അവിടെ ഉണ്ടോ? അറിയില്ല, ഉണ്ടാവാനാണ് സാധ്യത. എന്താ, എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടല്ലോ. വരൂ വരൂ മിസ്റ്റർ ജോസിയ ആംബർലി, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഇദ്ദേഹം ഇവിടെ? എന്താണ് വാട്സൺ, അത്ഭുതം തോന്നുന്നു അല്ലേ? ഓർമ്മയുണ്ടോ ഡോക്ടർ വാട്സൺ, താങ്കളെ പിന്തുടർന്ന് മങ്ങിയ കണ്ണട വെച്ച കട്ടിമീശയുള്ള ഉയരമുള്ള ഇദ്ദേഹമാണ് മിസ്റ്റർ ബാർക്കർ. പരസ്പരം അറിയാതെയാണ് ഈ കേസ് അന്വേഷിച്ചത് എങ്കിലും സത്യത്തിൽ ഒരൊറ്റ ചോദ്യമാണ് ഞങ്ങൾക്ക് 2 പേർക്കും താങ്കളോട് ചോദിക്കാനുള്ളത് മിസ്റ്റർ ആംബർലി. നിങ്ങൾ ഇരിക്കൂ, ആകെ പരവശനാണല്ലോ. അല്ല, എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? മൃതദേഹങ്ങൾ നിങ്ങൾ എന്തു ചെയ്തു? താങ്കൾ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് വേറെ വഴിയില്ല. ഇനി കാര്യങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് രക്ഷയില്ല. ഇല്ല, നിങ്ങൾക്ക് എന്നെ ജീവനോടെ പിടിക്കാൻ കഴിയില്ല. ദാ, അയാൾ പോക്കറ്റിൽ നിന്ന് എന്തോ എടുത്ത് വായിലിടാൻ ശ്രമിക്കുന്നു. വിടൂ വിടൂ, അതുകൊണ്ട് തരാൻ അധികം മിടുക്കനാവേണ്ട ആംബർലി, തരാൻ. താങ്കൾ തട്ടിത്തെറിപ്പിച്ചതുകൊണ്ട് അയാൾക്കത് വിഴുങ്ങാൻ കഴിഞ്ഞില്ല. വിഷഗുളികയാണ്. കൊലപാതകം കണ്ടെത്തിയപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം. പറയൂ ബാർക്കർ, ഇനി എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിലേക്ക് കഷ്ടിച്ച് 100 വാരേയുള്ളൂ. അവിടെ നിന്ന് 3 കോൺസ്റ്റബിൾമാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ശരി, കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. താങ്കളുടെ അത്ഭുതം തീർന്നില്ല അല്ലേ വാട്സൺ? പറയാം. ലണ്ടനിലെ ഈ ഭാഗത്തെ എൻ്റെ എതിരാളിയാണ് മിസ്റ്റർ ബാർക്കർ, മറ്റൊരു കുറ്റാന്വേഷകൻ. പൊക്കമുള്ള ഇരുണ്ട കണ്ണാടി വെച്ച ആളെന്ന് താങ്കൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു. ധാരാളം കേസുകൾ തെളിയിച്ചിട്ടുള്ള മിടുക്കനാണ് ബാർക്കർ. എന്നെപ്പോലെ പരമ്പരാഗതമല്ലാത്ത അന്വേഷണ ശൈലിയാണ് ഇയാൾക്കും. കേസുകൾ തെളിയിക്കാൻ ഇങ്ങനെയൊക്കെ വേണ്ടിവരും. ആവശ്യത്തിലേറെ ഖ്യാതിയുള്ള താങ്കൾക്ക് പ്രസിദ്ധിയും കുറ്റപ്പെടുത്തലും ഒക്കെ ഒരുപോലെയാണ്. പക്ഷെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് പത്രക്കാർ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുമ്പോൾ ഇതൊക്കെ പ്രധാനമാണ്. ഓ, മനസ്സിലായി മിസ്റ്റർ ബാർക്കർ. ശരി, ഈ കേസിൽ നിന്ന് ഞാൻ പിൻവാങ്ങുന്നു. പക്ഷേ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് സംശയം തോന്നിയത്, സത്യം പുറത്തു വരാൻ എന്തൊക്കെ വസ്തുതകളാണ് നിർണായകമായത് തുടങ്ങിയ ചോദ്യങ്ങൾ ബുദ്ധിയുള്ള ഒരു പത്രക്കാരൻ ചോദിച്ചാൽ താങ്കൾ എന്തായിരിക്കും പറയുക? അതിന് നമുക്ക് പക്ഷേ പൂർണ്ണമായ ചിത്രം ഇനിയും ലഭിച്ചിട്ടില്ലല്ലോ. ഭാര്യയും കാമുകനെയും കൊല ചെയ്ത കുറ്റം കണ്ടുപിടിച്ചപ്പോൾ 3 സാക്ഷികളുടെ മുന്നിൽ വെച്ച് പ്രതി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയാം. പിന്നെ എന്തൊക്കെ വസ്തുതകളാണുള്ളത്? പരിശോധന തുടങ്ങിക്കഴിഞ്ഞു. താമസിയാതെ നമുക്ക് പൂർണ്ണ വിവരങ്ങൾ ലഭിക്കും. മൃതദേഹങ്ങൾ അധികം ദൂരെയാവില്ല. തോട്ടത്തിലോ നിലവറയിലോ നോക്കൂ. അധികം അന്വേഷിക്കുകയോ കുഴിക്കേണ്ടിയോ വരില്ല. വീട് വളരെ പഴയതാണ്. പൈപ്പ് വെള്ളം വരുന്നതിന് മുൻപ് നിർമ്മിച്ചത്. അതുകൊണ്ട് ഉപയോഗശൂന്യമായ ഒരു കിണർ എവിടെയെങ്കിലും കാണും. അങ്ങോട്ട് പോയി നോക്കൂ. ഇതൊക്കെ താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് എങ്ങനെ ഊഹിച്ചു? ആദ്യം ഞാൻ നടന്നത് പറയാം.
പിന്നെ അതിനുള്ള വിശദീകരണം നൽകാം. അതിന് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് ഡോക്ടർ വാട്സനോടാണ്. അദ്ദേഹത്തിൻ്റെ പങ്ക് ഈ കേസ് തെളിയിക്കുന്നതിൽ വളരെ നിർണായകമാണ്. ആദ്യം ആംബർലിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പറയട്ടെ. ഒരു ആധുനിക ബ്രിട്ടീഷുകാരൻ്റെ അല്ല, മറിച്ച് മധ്യകാലഘട്ടത്തിലെ ഒരു ഇറ്റലിക്കാരൻ്റെ മനസ്സാണ് അയാൾക്ക്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കനും നിർദ്ദയനുമായ ഈ മനുഷ്യന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് സാഹസവും ചെയ്യാൻ തയ്യാറായിരുന്നു കൊല്ലപ്പെട്ട പാവം ആ സ്ത്രീ. അപ്പോഴാണ് ചെസ് കളിക്കാരന്റെ രൂപത്തിൽ രക്ഷകനായി ഡോക്ടർ ഏർണസ്റ്റ് രംഗത്ത് വരുന്നത്. വിദഗ്ധനായ ചെസ് കളിക്കാരനായ ആംബർലി കുശാഗ്രബുദ്ധിയും കുതന്ത്രജ്ഞനുമായതിൽ അത്ഭുതമില്ല. എല്ലാ പിശുക്കന്മാരെയും പോലെ അയാളും ഒരു സംശയരോഗിയായിരുന്നു. അത് ഒരു ഭ്രാന്ത് പോലെയായി മാറിയതോടെ ഭാര്യയ്ക്ക് ഡോക്ടർ ഏർണസ്റ്റിനോടുള്ള അടുപ്പം മനസ്സിലാക്കിയ അയാൾ ഇരുവരും ചേർന്ന് തന്നെ ചതിക്കുമോ എന്ന് ഭയന്നു. സംശയവും അസൂയയും കറുത്ത നിഴൽ വിരിച്ച മനസ്സിൽ ഭയം കൂടിയായപ്പോൾ അയാൾ തൻ്റെ പൈശാചികമായ ബുദ്ധി ഉപയോഗിച്ചു. ഈ അവസ്ഥയിൽ ആംബർലിക്ക് ലഭിക്കുക തൂക്കുകയറാവില്ല. ബ്രോഡ്മൂറിലെ മാനസിക ആശുപത്രിയിലായിരിക്കും അയാൾ എത്തുക. നമുക്കിനി ആ സ്ട്രോങ് റൂം ഒന്ന് പരിശോധിക്കാം. പെയിന്റിന്റെ എന്തൊരു രൂക്ഷഗന്ധം! അതായിരുന്നു ആദ്യത്തെ സൂചന. അതിന് ഞാൻ ഡോക്ടർ വാട്സനോട് നന്ദി പറയണം. അദ്ദേഹത്തിന് അതിന്റെ കാരണം മനസ്സിലായില്ലെങ്കിലും എനിക്ക് അന്വേഷണം തുടങ്ങാനുള്ള വഴി തുറന്നു കിട്ടി. ഈ മനുഷ്യൻ ഈ അവസരത്തിൽ തന്റെ വീടിനകത്ത് തീക്ഷ്ണമായ ഗന്ധം നിറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തിന് എന്ന് ഞാൻ ആലോചിച്ചു. സംശയത്തിനിടയാക്കുന്ന എന്തോ ഒന്നിന്റെ ഗന്ധം മറ്റൊന്നുകൊണ്ട് മറയ്ക്കാനാണെന്ന് ന്യായമായും എനിക്ക് തോന്നി. പിന്നെ കാറ്റ് പോലും കടക്കാത്ത രീതിയിൽ നിർമ്മിച്ച ഇരുമ്പ് വാതിൽ കൊണ്ട് ഭദ്രമാക്കിയ ഈ സ്ട്രോങ് റൂം, ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? സ്ഥലം പരിശോധിച്ചാൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂ എന്നെനിക്ക് മനസ്സിലായി. ഈ കേസ് വളരെ ഗൗരവമുള്ളതാണെന്നും എനിക്ക് തീർച്ചയായി. എ മാർക്കറ്റ് തിയേറ്ററിലെ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ബി നിരയിലെ അയാൾ സൂചിപ്പിച്ച 2 സീറ്റുകളും അന്ന് രാത്രി ഒഴിഞ്ഞു കിടന്നിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ അയാളന്ന് തിയേറ്ററിൽ പോയില്ല അല്ലേ? ഇല്ല, അയാൾ പറഞ്ഞത് കളവായിരുന്നു. 2 ടിക്കറ്റുകളും ഉപയോഗിച്ചിട്ടില്ല. സത്യത്തിൽ അയാൾ ടിക്കറ്റ് എനിക്ക് പരിശോധനയ്ക്ക് നൽകിയത് അയാൾക്ക് തന്നെ വിനയായി അല്ലേ? തന്റെ വിശ്വാസ്യത കൂടുതൽ ഉറപ്പിക്കുവാൻ അയാൾ നടത്തിയ നാടകത്തിന്റെ ഭാഗമായിരുന്നു അതൊക്കെ. പിന്നെ എനിക്ക് വേണ്ടിയിരുന്നത് അയാളില്ലാത്ത സമയത്ത് ഈ വീട് പരിശോധിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് അത്ര പെട്ടെന്ന് തിരിച്ചെത്താൻ കഴിയാത്ത വളരെ വിദൂരമായൊരു സ്ഥലത്ത് എത്തിച്ചേരാനായി ഒരു കമ്പി സന്ദേശം അയക്കാൻ ഏർപ്പാടാക്കി. പോകാൻ കൂട്ടാക്കാതെ നിന്ന് അയാളെ നിർബന്ധിച്ച് ഞാൻ അയച്ചു. അയാൾ പോകുന്നുണ്ട് എന്ന് ഉറപ്പിക്കാനാണ് എന്നെ കൂടെ ആ ദുരന്തയാത്രയിലേക്ക് തള്ളിവിട്ടതല്ലേ? ക്ഷമിക്കണം ഡോക്ടർ വാട്സൺ. ഒന്നും അറിയാത്ത ആ പാവം വികാരിയുടെ മേൽവിലാസം ഇംഗ്ലീഷ് പള്ളികളുടെ ലിസ്റ്റിൽ നിന്നുമാണ് ഞാൻ സംഘടിപ്പിച്ചത്. ഗംഭീരം ഹോംസ്. അങ്ങനെ അയാളെ അകറ്റിയ ശേഷം ഞാനൊരു ഭവനഭേദനത്തിന് തയ്യാറായി. എനിക്ക് ഇഷ്ടമുള്ള തൊഴിലുകളാണ് ഭവനഭേദനം, മോഷണമൊക്കെ. അവയിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് അക്കാര്യങ്ങളിൽ അഗ്രഗണ്യനാകുമായിരുന്നു. ദാ നോക്കൂ, വീടിന്റെ അരികിലൂടെ പോകുന്ന ആ ഗ്യാസ് പൈപ്പ് കണ്ടോ? ആ ചുമരിലൂടെ അത് സ്ട്രോങ് റൂമിലേക്കാണ് പോകുന്നത്. ഇവിടെ ഈ മൂലയിൽ ഒരു ടാപ്പുമുണ്ട്. ആ പൈപ്പ് സ്ട്രോങ് റൂമിന്റെ മുകളിലത്തെ കൂരയിലാണ് അവസാനിക്കുന്നത്. അതിന്റെ അഗ്രം അലങ്കാരപ്പണി ചെയ്ത് മറച്ചിരിക്കുകയാണ്. സൂക്ഷിച്ചു നോക്കൂ. ഇതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? പുറത്തെ ആ ടാപ്പ് തിരിച്ചാൽ മുറിക്കകത്ത് ഗ്യാസ് നിറയും. ഒരാളെ ഇതിനകത്തിട്ട് വാതിലടച്ച് ഗ്യാസ് പൈപ്പിന്റെ ടാപ്പ് തുറന്നാൽ 2 മിനിറ്റ് നേരത്തിൽ ബോധം നഷ്ടപ്പെടും, മരിക്കും. എന്ത് പൈശാചിക സൂത്രം ഉപയോഗിച്ചാണ് അവരെ 2 പേരെയും ഇതിനകത്ത് അയാൾ കുടിക്കത് എന്ന് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ഗ്യാസിന്റെ ഗന്ധം മറയ്ക്കാൻ വേണ്ടിയായിരുന്നു ഈ പെയിന്റ് അടി. പിന്നെയാണ് കഥയിലെ അപ്രതീക്ഷിതമായ വഴിത്തിരിവുണ്ടായത്. അത് ബാർക്കർ തന്നെ പറയട്ടെ. ഈ സംഭവത്തിന്റെ റേ ഏണസ്റ്റിന്റെ കുടുംബമാണ് എന്നെ സമീപിച്ചത്. ഒരു കള്ളക്കളിയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ വീടും പരിസരവും നിരീക്ഷിക്കുകയായിരുന്നു. ഇടയ്ക്ക് സന്ദർശനത്തിനെത്തിയ ഡോക്ടർ വാട്സനെ സംശയിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ
വീടിൻ്റെ അടുക്കളയുടെ പുറകിൽ മതിലിലൂടെ കയറുന്ന ഒരാളെ ഞാൻ കയ്യോടെ പിടികൂടി. അയാൾ തിരിഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. മിസ്റ്റർ ഷെർലക് ഹോംസ് ആയിരുന്നു അത്. ഞങ്ങൾ ഒന്നിച്ചായി പിന്നീടുള്ള പരിശോധനയും അന്വേഷണവും എല്ലാം. ഞാൻ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു തെളിവ് കൂടി കാണിച്ചു തരാം. ആംബർലി അത് ശ്രദ്ധിച്ചില്ല എന്നെനിക്ക് തോന്നുന്നു. അത് അയാൾ പെയിന്റ് കൊണ്ട് കളഞ്ഞിട്ടില്ല. ഈ ചെറിയ മുറിയിൽ നിങ്ങൾ അടയ്ക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ബാക്കി ജീവിതം 2 മിനിറ്റേ ഉള്ളൂവെങ്കിൽ നിങ്ങളുടെ അവസ്ഥ പുറം ലോകത്തെ അറിയിക്കണം, അല്ലേ? അതിന് നിങ്ങൾ എന്താണ് ചെയ്യുക? ഒരു സന്ദേശം എഴുതും. നിങ്ങൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കും. നോക്കൂ, ഈ മതിലിൽ പെൻസിൽ പോലെ എന്തോ കൊണ്ട് അവ്യക്തമായി എന്തൊക്കെയോ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എഴുതിയിട്ടില്ല. അതും വളരെ അവ്യക്തമായി തറനിരപ്പിൽ നിന്ന് 1 അടി മാത്രം ഉയരത്തിലാണ് എഴുതിയിരിക്കുന്നത്. ബോധം നഷ്ടപ്പെടുന്നതിന് മുൻപ് വീണുപോയ അവരിൽ ഒരാൾ എഴുതിയതാവും. ബാക്കി എഴുതുന്നതിന് മുൻപ് ബോധം മറിഞ്ഞ് മരണത്തിലേക്ക് യാത്രയായി കാണും. ഞങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്നാവാം എഴുതി തുടങ്ങിയതെന്ന് നമുക്ക് അനുമാനിക്കുന്നതിൽ തെറ്റുണ്ടോ? ചിലപ്പോൾ ആ തെളിയാത്ത പെൻസിൽ ശരീരങ്ങളുടെ കൂടെ കാണും. അയാളുടെ ബോണ്ടുകളും പണവും ആധാരങ്ങളും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അന്വേഷണത്തിൽ അറിഞ്ഞു. ഒരു കവർച്ചയും നടന്നിട്ടില്ല. എല്ലാം കള്ളമായിരുന്നു. ഒളിച്ചോടിയവർ കുറ്റബോധത്തിൽ മോഷ്ടിച്ച പണമൊക്കെ തിരിച്ചു തന്നു എന്നോ മറ്റോ പറഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞ് രക്ഷപ്പെടാനായിരിക്കും അയാൾ പദ്ധതിയിട്ടത്. ഒരു കാര്യം എനിക്ക് മനസ്സിലാകാത്തത്, ഈ കവർച്ചാക്കാര്യം പോലീസിൽ പരാതിപ്പെട്ടിട്ടും പിന്നെ എന്തിനാണ് താങ്കളുടെ അടുത്ത് വന്നത് എന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കേസിലുള്ള തന്റെ അതീവ താല്പര്യം പ്രദർശിപ്പിച്ചാൽ ഒരിക്കലും പിടിക്കപ്പെടുകയില്ല എന്ന് വിചാരിച്ചു കാണും. അയാൾക്ക് പറയാമല്ലോ, പോലീസിന്റെ മാത്രമല്ല സാക്ഷാൽ ഷെർലക് ഹോംസിന്റെയും സേവനം പോലും ഞാൻ ഇതിലേക്കായി ഉപയോഗിച്ചുവെന്ന്. അപ്പോൾ ഞങ്ങൾ നിയമപരമായ കാര്യങ്ങളിലേക്ക് കടക്കട്ടെ. തീർച്ചയായും, അതാണല്ലോ പതിവ്. ഞാൻ പോലീസ് സേനയുടെ പേരിൽ താങ്കൾക്ക് നന്ദി പറയുന്നു. മൃതശരീരങ്ങൾ കണ്ടെത്താൻ അധിക സമയം വേണ്ടി വരില്ല. ഹോംസ്, താങ്കൾ ഈ റിപ്പോർട്ട് കണ്ടോ? വായിക്കൂ വാട്സൺ. ലേവിഷാം ഇരട്ട കൊലപാതകം, അതിസമർത്ഥമായ പോലീസ് അന്വേഷണം, പുതിയ പെയിന്റ് ഗന്ധം കൊണ്ട് കൊലപാതകത്തെ മറയ്ക്കാനുള്ള കൊലയാളിയുടെ ശ്രമം, പോലീസിൻ്റെ ബുദ്ധിപരവും ശാസ്ത്രീയവുമായ അന്വേഷണം വെളിച്ചത്ത് കൊണ്ടുവന്നു. വീട്ടിലെ പൊട്ടക്കിണറ്റിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കുറ്റാന്വേഷണ ചരിത്രത്തിലെ മറ്റൊരു സുവർണ അധ്യായമാണ് നമ്മുടെ പോലീസിൻ്റെ ബുദ്ധിയും സാമർഥ്യവും കൊണ്ട് എഴുതി ചേർക്കപ്പെട്ടത്. നന്നായി വാട്സൺ. താങ്കൾ രേഖപ്പെടുത്തുന്ന നമ്മുടെ കുറ്റാന്വേഷണ അനുഭവങ്ങളിൽ ഇതുകൂടി ചേർത്തോളൂ. എങ്ങനെയും ഒരിക്കൽ സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും. ഷെർലക് ഹോംസ് കഥകൾ, അപ്രത്യക്ഷയായ ഭാര്യ, ദ അഡ്വഞ്ചർ ഓഫ് ദി റിട്ടയർഡ് കളർമാൻ എന്ന കഥയുടെ നാടകരൂപം സമാപിക്കുന്നു. അഭിനയിച്ചവർ ഷെർലക് ഹോംസ് അരുൺ നായർ, ഡോക്ടർ വാട്സൺ, മുണ്ടക്കൽ കിരൺ മോഹൻ, ജോസിയ ആംബർലി, തമലം ശ്രീകുമാർ, ഡിറ്റക്റ്റീവ് ബാർക്കർ, അഭിരാജ് ശ്രീദേവി. നാടകരൂപം സംവിധാനം എൻ വാസുദേവ്.